പറ്റത്തില്ല ഗൈസ്. എൻ്റെ നാട്ടിലുള്ള ചെങ്ങായിമാരെ, നിങ്ങൾ അവിടെ നിന്ന് ചുമ്മാ സമയം കളയണ്ട. നിങ്ങൾ അവിടുന്ന് കുറച്ച് പൈസയൊക്കെ ബാഗിലിട്ട് നമ്മുടെ മണാലിയിലോട്ട് വന്നേക്ക്. ദേ ഗൈസ്, ഞാൻ ഇവിടെ നിന്നേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് ഗൈസ്. മഞ്ഞാണ് ഗൈസ്, മൊത്തത്തിൽ മഞ്ഞാണ്. ദേ മഞ്ഞാണ് ഗൈസ്. ഈ ഒരു ആക്ടിവിറ്റിക്ക് അവർ ഫസ്റ്റ് 200 ആയിരുന്നു റേറ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് 100-ന് സെറ്റാക്കി. മണാലിയിലും കാശ്മീരിലും ഒക്കെ പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇതുപോലൊരു പാവക്കുട്ടിനെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയൊരു പാവക്കുട്ടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. പിന്നെ എൻ്റെ കൂടെ നിന്നവരാണ് എനിക്ക് ഈ നല്ല രസത്തിൽ ഇങ്ങനെ ഒരെണ്ണത്തിനെ സെറ്റ് ചെയ്തത്. നമ്മൾ സോണൽ വാലി പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറേ സിപ്പ് ലൈനും പിന്നെ നമുക്ക് 50 റുപ്പീസ് വെച്ച് പാസ് കൊടുത്ത് നമുക്ക് ഇവിടെ കയറാൻ പറ്റും. ഇവിടെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ സ്നോയിലൊക്കെ നമുക്ക് നല്ലതുപോലെ കളിക്കാൻ പറ്റും. അപ്പോഴത്തേക്കിന് ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല. ഒരു കുതിര പോലെ ഇരിക്കുന്ന ഒരു കുതിരയുടെ ഒരു സംഭവവും ഒരു കുട്ടിയുടെ ഒക്കെ ഇതേപോലെ നിങ്ങൾ നോക്കിക്കേ, ഇതേപോലെ മരവും മഞ്ഞും ഒക്കെ ആയിട്ട്. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഇവിടെ വന്ന് ഈ സ്നോയി കളിക്കാൻ നേരത്ത് എനിക്ക് ആ കാർട്ടൂണാണ് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്നത് ഗൈസ്. ഞാൻ കുറേ പേരുടെ റീലി കണ്ടായിരുന്നു. നമ്മുടെ ഫേസ് കൊണ്ട് ഇങ്ങനെ ഈ സ്നോയി വെക്കുമ്പോഴത്തേക്കിന് ഫേസിൽ ഒരു മാസ്ക് കിട്ടും. പിന്നെയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു മാസ്കും വരുന്നത്. ഞാനിവിടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഗൈസ്. നമ്മുടെ മുഖം മൊത്തം നല്ലതുപോലെ നീറും ഗൈസ്. എന്റെ കുഞ്ഞു മാസ്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. എന്റെ മൂക്ക്, എന്റെ കണ്ണൊന്നും കാണുന്നില്ല. എന്റെ ക്യാപ്പ് ഉണ്ട് ഗൈസ്. എൻ്റെ നാട്ടിലുള്ള ചെങ്ങായിമാരെ, നിങ്ങൾ അവിടെ കറങ്ങി അടിച്ച് നടക്കാതെ ഇങ്ങോട്ട് വാ. ഒരു വണ്ടിക്ക് കയറി നിങ്ങളൊരു ട്രെയിനിലൊക്കെ കയറി ബസ്സൊക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ മണാലി വാ. ഇത് കണ്ടോ, നിങ്ങൾ ക്ലൈമറ്റ് കണ്ടോ, അടിപൊളി. നമ്മൾ UK കാനഡ ഒന്നും പോകണ്ട. നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്നെ പോലെ റിസൈൻ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ വന്നിരിക്കുവാണ് ഗൈസ്. ലൈഫ് ഒന്നേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ അവിടുന്ന് കുറച്ച് പൈസയൊക്കെ ബാഗിലാക്കി ഇങ്ങോട്ട് വാ ഗൈസ്. ഇവിടെ മൊത്തം സ്നോഫോൾ ആണ് ഗൈസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. കുറച്ച് കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് കേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സോണൽ വാലിയുടെ താഴെയുള്ള എവിടെയാണ്. അപ്പം കേക്ക് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത്. കുറേ നേരം മഞ്ഞിലൊക്കെ കളിച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഞാൻ നെക്സ്റ്റ് പോയത് സിപ്പ് ലൈൻ കയറാനായിട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഞാൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ സിപ്പ് ലൈനിലാണ്. സോണൽ വാലി പോകുന്നതിന് തൊട്ട് താഴെയായിട്ടുള്ള സിപ്പ് ലൈനിലാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു ഫസ്റ്റ് എന്നോട് 500 രൂപ റേറ്റ് പറഞ്ഞു. അതിന് ഞാൻ 500 നഷ്ടമാണെന്ന് ഞാൻ താഴെ പോയി തിരിച്ച് കയറി വന്നപ്പോൾ വീണ്ടും വേറെ ഒരാട് ചോദിച്ചാൽ പറഞ്ഞു 300 രൂപ. എനിക്കറിയില്ല, ഇവർ നമ്മൾ ആളും തരം നോക്കിയിട്ട് അതൊന്ന് റേറ്റ് പറയുന്നത്. ഇപ്പോൾ ഫോണുകളൊക്കെ വീഡിയോ എടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. നല്ല പാനിക്കാണ്, ഫോൺ താഴെ പോവില്ല. അത് ഈ ഒരു സിപ്പ് ലൈനിൽ കയറാൻ നേരത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഫോൺ താഴെ പോവോ, നമ്മൾ വീഴുവോ, പാറക്കല്ലാണല്ലോ, എന്തെങ്കിലും പറ്റുമോ. വയനാടൊന്നും പോയപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവിടെ ആരും അധികമായിട്ട് ബോയ്സൊക്കെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേഡീസൊക്കെ ഫോൺ കൊണ്ടുവന്നത് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്ന് കണ്ട് കുറേ പേര് പറഞ്ഞു ദാണ്ടേ ആ കുട്ടി പോകുന്നത് കണ്ടോ, അങ്ങനെയൊക്കെ പോകാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. മക്കളെ, നമ്മുടെ ഈ സിപ്പ് ലൈൻ നിങ്ങൾ കയറിയില്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും. സൂപ്പർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഈ സിപ്പ് ലൈൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. വെറും 300 രൂപ. നിങ്ങൾ മാക്സിമം ബാർഗൻ ചെയ്തിട്ട് 200, 150 എത്തുന്നില്ലല്ലോ, 200 വരെ എത്തിച്ചാൽ മതി. സെറ്റ് സാധനം ഗൈസ്. സിപ്പ് ലൈനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതുപോലെ വിശന്നായിരുന്നു. പിന്നെ ഒരു കോഫിയും ഈ ഒരു മാഗിയുമാണ് കഴിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ അധികം ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് മാഗിയാണ് ഗൈസ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിലും എല്ലാം. ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ എൻ്റെ ഫോണും ചാർജാക്കി നെക്സ്റ്റ് നമ്മൾ പോയത് ജോഗിനി വാട്ടർഫോൾസിലോട്ടാണ്. ഈ പോകുന്ന വഴി നല്ലതുപോലെ സ്കിപ്പ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം ഗൈസ്. ഈ മല കയറി ഇറങ്ങുന്നതാണ് ജോഗിനി വാട്ടർഫോൾസ്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ പോകണം. ഇവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 40 മിനിറ്റ് നടക്കണമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം. ജോഗിനി വാട്ടർഫോൾസ് നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റോളം നമുക്ക് നടക്കണം കേട്ടോ. അത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ നോക്കിക്കേ, ഈ കയറുന്ന ആൾക്കാർ മൊത്തം ആ മലയുടെ മേളിലോട്ട് കയറിയവരാണ്. ഞാനാണെ അത്യാവശ്യം നല്ലതുപോലെ ടയേർഡായിരുന്നു. ഇതുപോലെ കുറേ സ്ഥലത്ത് ഇരുന്നിരുന്നാണ് അവിടെ എത്തിയത്.
എന്താണേലും 40 മിനിറ്റ് നടന്ന് കഷ്ടപ്പെട്ട് വന്നതിന് കാര്യം ഉണ്ടായി കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഈ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നല്ല ഭംഗിയുണ്ടല്ലേ, ഓരോ സ്ഥലത്തെ വാട്ടർഫോൾസ് ഓരോ രീതിയിൽ. ഈ വാട്ടർഫോൾസിന് താഴോട്ടൊക്കെ കുറേ അധികം ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ വഴി ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ശരിക്കും രാവിലെയായിരുന്നു ഇവിടെ വരേണ്ടതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. കാരണം വെച്ചാൽ ഒരു സൈഡിൽ വാട്ടർഫോൾസ് ആണെങ്കിൽ വേറൊരു സൈഡിൽ മൊത്തം മഞ്ഞുമലയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ഒരു ഈവനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ജോഗിനി വാട്ടർഫോൾസിലാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ഇവിടെ ഇത്രയും നേരം വെയിലായിരുന്നു, ഇപ്പോഴാണ് വെയിൽ പോയത്. നോക്കിയേ, അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോഴേക്കും മൊത്തം മഞ്ഞുമലയാണ് വരുന്നത്. ഒരു 40 മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറയും, പക്ഷേ ഒരു 20 മിനിറ്റ് മാക്സിമം നടക്കാനായിട്ടുള്ളൂ. ഞാൻ കുറേ സ്ഥലത്ത് ഇരുന്നിരുന്നാണ് വന്നത്. പക്ഷേ ഞാനെന്ത് ദുആ ചെയ്യായിരുന്നു, പഠിച്ചോനെ ഇങ്ങനെ ഇരുന്നിരുന്ന് വരുമ്പോഴത്തേക്കിന് ഇവിടെ നല്ല വ്യൂ ആയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഇത്രയും നാളും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ വാട്ടർഫോൾസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ നോക്കി, നമ്മുടെ മണാലിയിലെ വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ വേറെ വ്യൂ ആണ്. എൻഡിങ് ഒക്കെ സൂപ്പറാണ് ഗൈസ്. ജോഗിനി വാട്ടർഫോൾസ് ഇറങ്ങി വരുമ്പോഴത്തേക്കിനാണ് ഈ അമ്പലത്തിൽ ചൂടുവെള്ളം വരുന്നതെന്ന് കേട്ടത്, ഭൂമിക്കടിയിൽ നിന്ന്. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയും കണ്ടുവൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം കാണാൻ പറ്റാത്ത സങ്കടത്തിൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റിട്ടേൺ ഓൾഡ് മണാലിയിലെ മനു മാർക്കറ്റിലെത്തി. നെക്സ്റ്റ് ടൂറിസ്റ്റ് പ്ലേസായ ബുദ്ധ ടെമ്പിളിലോട്ടാണ് നമ്മൾ പോയത്. ഈ ടെമ്പിൾ മഞ്ഞൊക്കെ വീണ് കിടക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. ഞാൻ ഗൂഗിളിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ അന്നത്തെ ദിവസം വെയിലായതുകൊണ്ട് നമ്മളൊരു ഈവനിങ്ങുമായിരുന്നു പോയത്. അപ്പോൾ മഞ്ഞൊക്കെ മൊത്തത്തിൽ അലുത്ത് പോയായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് 3 ടെമ്പിളെങ്കിലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ എൻട്രി പാസ്സുമാണ്. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ അല്ലല്ലേ കാണുമ്പോൾ തന്നെ ഇത്. ഗൈസ്, നമ്മൾ മണാലി വരുമ്പോഴത്തേക്കിന് ഞങ്ങളിത് ശരിക്കും ഇത് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ ഗ്ലൗസാണ്. നമ്മൾ മണാലിയിലൊന്നും ഇത് മഴ പെയ്താൽ നമ്മുടെ കൈ നനയും. അപ്പോൾ ഇതേപോലത്തെ ഗ്ലൗസ് ഒന്നും നിങ്ങൾ വാങ്ങിക്കരുത്. പകരം നിങ്ങൾ വാങ്ങിക്കേണ്ടത് വാട്ടർ പ്രൂഫിൻ്റെതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ ഗ്ലൗസാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് മുമ്പേ നമ്മൾ നാട്ടിൽ നിന്നും നമ്മൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടത്. ഇവിടെ വരുമ്പോൾ നല്ല ചീപ്പ് റേറ്റിന് ബാർഗൈൻ ചെയ്താൽ 2 3 ഒക്കെ 100 200 നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിത് ഡൽഹിയിൽ നിന്ന് 150 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ശരിക്കും ഇത് നഷ്ടമായിപ്പോയി. നമ്മൾ ഇങ്ങനത്തെ ക്ലോത്തിനെ വാങ്ങിക്കണ്ട. ബുദ്ധ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോയത് കുറച്ച് പർച്ചേസിങ്ങിനാണ്. ഈ കാണുന്ന ബാഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 200 റുപ്പീസിനാണ് കേട്ടോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഈ ഒരു ബാഗ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ നൈറ്റ് കഴിക്കാനുള്ള ഡിന്നർ സെറ്റ് ചെയ്യാനായിട്ടാണ് പോയത്. ഈ ഫുഡിനൊക്കെ നമ്മുടെ നാട്ടിലെ റേറ്റ് അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഡബിളാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പോയത് റൂമിലോട്ടാണ്. 2 ദിവസത്തെ മണാലി ട്രിപ്പ് അടിച്ച് പൊളിച്ച് ഗൈസ്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പല സാധനത്തിനും ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് ആദ്യമൊക്കെ വരുമ്പോൾ റേറ്റ് കൂടിയ സാധനങ്ങളൊക്കെ പോയി എടുക്കും. അങ്ങനെ ഒരു മണ്ടത്തിലൊക്കെ പറ്റി. എക്സാമ്പിളാണ് ഈ ജാക്കറ്റ്. ഞാനിപ്പോൾ പോയി 200 രൂപയ്ക്ക് സെയിം സാധനം ബ്ലാക്ക് കളറൊക്കെ എടുത്ത് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 ദിവസത്തെ മണാലി വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ.